ഇൻ ഹരിഹർ നഗർ എന്ന സിനിമ കാണാത്ത മലയാളികൾ ഉണ്ടാവില്ല. മഹാദേവനും തോമസ് കുട്ടിയും അപ്പുക്കുട്ടനും ഗോവിന്ദൻകുട്ടിയും ഒക്കെ എനിക്ക് തോന്നുന്നു ആ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഏതാണ് സിനിമ, ഏതൊക്കെയാണ് ആ കഥാപാത്രങ്ങൾ, അതാരൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ. ഒരുപക്ഷെ ആ 4 നായകന്മാർ മുകേഷിനും ജഗദീഷും അശോകൻ, സിദ്ദിഖ് ഇവരുടെയൊക്കെ ഏറ്റവും കരിയർ ബെസ്റ്റ് ക്യാരക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഒരു 10 കഥാപാത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു ക്യാരക്ടർ തന്നെയാണ് ഇവരുടെയൊക്കെ തുടക്കകാലം എന്ന് പറയുന്നത്. എനിക്കൊരു മുകേഷാണ് ആ ഒരു സമയത്ത് കുറച്ച് സീനിയർ ആയിട്ടുള്ളത്. അശോകനാണ് ഏറ്റവും സീനിയർ, പിന്നെ മുകേഷ്, അത് കഴിഞ്ഞ് ജഗദീഷ്. സിദ്ദിഖാണ് ആ കൂട്ടത്തിൽ ഏറ്റവും ഒരു പുതുമുഖമായിരുന്നു ആ സമയത്ത്. സിദ്ദിഖ് എന്ന സിനിമയിൽ വന്ന് കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ. സിദ്ദിഖിന്റെ തുടക്കകാലത്ത് കിട്ടിയ സിദ്ദിഖിന്റെ ഏറ്റവും ബെസ്റ്റ് റോള് തന്നെയായിരുന്നു. അപ്പൊ സിദ്ദിഖ് ലാൽ എന്ന് പറഞ്ഞ സംവിധായകൻ റാംജി റാവു എന്ന സിനിമയിലൂടെ വലിയൊരു അത്ഭുതം ബോക്സ് ഓഫീസിൽ സൃഷ്ടിച്ചു. അതിനുശേഷം അവർ പ്ലാൻ ചെയ്ത സിനിമ ഇനി ഹരിഹർ നഗർ. അപ്പൊ ഇനി ഹരിഹർ നഗറുടെ ഒരു സിനിമ നമ്മൾ ഇന്ന് കാണുമ്പോൾ എത്ര പേർക്ക് അത് ആ ഒരു രീതിയിൽ കണക്ട് ആയിട്ടുണ്ടെന്ന് അറിയില്ല. സിദ്ദിഖ് തന്നെയാണ് അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വരുന്ന വരെയുള്ള ഒരു സമയം, ആ ഒരു കാലഘട്ടത്തിൽ ഇവർ ചെയ്യുന്ന കുസൃതികളും തമാശകളും അതാണ് ആ ഒരു സിനിമയിലൂടെ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിലവര് എന്താണ് പഠിച്ചതെന്നൊന്നും എവിടെയും പറയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജോലിയില്ലാത്ത കുറച്ച് ചെറുപ്പക്കാർ, അത്യാവശ്യം വീട്ടിൽ സാമ്പത്തികമൊക്കെ ഉണ്ട് എല്ലാവരുടെയും, അങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുന്ന ചെറുപ്പക്കാരുടെ ഒരു കഥ. അന്ന് ഇവരുടെ മനസ്സിൽ പ്ലാൻ ചെയ്തിരുന്നത് മുകേഷ് ഉണ്ടായിരുന്നു, പിന്നീട് അശോകൻ, ജഗദീഷ്, പിന്നെ അപ്പാഹാജ ഇവരുടെ ഗുരു ഫാസിൽ സാറിന്റെ ബന്ധുവാണ്. അതുകൊണ്ട് അപ്പാഹാജയ്ക്കും ഒരു റോള് വേണം. അപ്പാഹാജ അതിന് മുമ്പ് കുറച്ച് സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ മുകേഷ് മഹാദേവനായിട്ട് അശോകൻ അന്ന് വെച്ചിരുന്ന റോള് ഗോവിന്ദൻകുട്ടിയുടെ റോളാണ്. ജഗദീഷ് അപ്പുക്കുട്ടൻ റോള്, പിന്നെ തോമസ് കുട്ടിയുടെ റോള് അപ്പാഹാജയ്ക്ക്. അങ്ങനെയാണ് അന്ന് അവർ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ ഷൂട്ടിന്റെ കുറച്ച് ഷൂട്ടിന്റെ സമയമൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ, ഏകദേശം ആ ഒരു തുടങ്ങണതിന്റെ സമയമായപ്പോൾ ഇവരുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ പറഞ്ഞു ജഗദീഷ് വരില്ല, ജഗദീഷിന് വേറെന്തോ തിരക്കാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവർക്ക് ഭയങ്കര വിഷമമായി. അപ്പൊ പിന്നെ ആര് എന്നാലോചിച്ചപ്പോഴാണ് ഇവർ ആ സമയത്ത് സിനിമയിലൂടെ കയറി വന്നിരുന്ന ഇവരുടെ മുമ്പത്തെ സിനിമയിലൊന്നും അഭിനയിക്കാത്ത സിദ്ദിഖിനെ പക്ഷെ ഇവർക്ക് മുമ്പ് പരിചയമൊക്കെ ഉണ്ട്. അങ്ങനെ സിദ്ദിഖിനെ കൊണ്ടുവന്ന് സിദ്ദിഖിനെ അപ്പുക്കുട്ടനാക്കുന്നു, ആ ഒരു കോമഡി ക്യാരക്ടർ ആക്കുന്നു എന്ന രീതിയിലാണ് അവരിത് പ്ലാൻ ചെയ്തത്. പക്ഷെ ഷൂട്ടിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ ഇവരെല്ലാം ഫിക്സ് ചെയ്ത സമയത്ത് ജഗദീഷിനെ ഇവര് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് സിദ്ദിഖ് ലാൽ കാണുന്നു. ജഗദീഷിനോട് പറയുന്നു എന്തുകൊണ്ട് നിങ്ങൾ പിന്മാറി എന്ന രീതി ചോദിച്ചപ്പോഴാണ് ജഗദീഷ് പറഞ്ഞത്, ജഗദീഷ് അത് അറിഞ്ഞിട്ടില്ല. ജഗദീഷ് പറഞ്ഞു ഞാൻ വെയിറ്റിംഗ് ആണ്, എൻ്റെ എല്ലാ ഡേറ്റ്സും മാറ്റി വെച്ച് നിങ്ങളുടെ സിനിമയ്ക്ക് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് എവിടെ എന്തോ കമ്മ്യൂണിക്കേഷൻ പ്രശ്നം, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കള്ളം പറഞ്ഞായിരിക്കും, ഇല്ലെങ്കിൽ എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നമാണ്. ജഗദീഷ് പറഞ്ഞു ഞാൻ വരും, എനിക്ക് വന്നേ പറ്റൂ, ഞാൻ അതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കും, എനിക്ക് ഒന്നും അറിയണ്ട എന്ന് പറഞ്ഞു. ഇവർ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഫോൺ വിളിച്ചു, കാര്യങ്ങളെല്ലാം സംസാരിച്ചു, ഫാസിൽ സാറിനെയൊക്കെ വിളിച്ചു. എന്ത് ചെയ്യുന്നപ്പോൾ ലാസ്റ്റ് അപ്പാഹാജനെ ഇവർക്ക് മാറ്റേണ്ടി വന്നു. ഇവർക്ക് സിദ്ദിഖിനെ ഓൾറെഡി അഡ്വാൻസ് ഒക്കെ കൊടുത്ത് ബ്ലോക്ക് ചെയ്തു. സിദ്ദിഖിനെ പറഞ്ഞു വിടാൻ വിഷമമായതുകൊണ്ട് ഇവർ അപ്പാഹാജനെ ആ 4 പേരിൽ നിന്നും മാറ്റിയിട്ട് സിദ്ദിഖിനെ ഗോവിന്ദൻകുട്ടിയുടെ വേഷമാക്കി, അശോകനെ തോമസ് കുട്ടിയാക്കി, ജഗദീഷിനെ അപ്പുക്കുട്ടൻ്റെ ആക്കി. ഇങ്ങനെയായിരുന്നു അതിന്റെ ഒരു പക്ഷെ അന്ന് ജഗദീഷ് വന്നില്ലായിരുന്നെങ്കിൽ, ഇവർ ജഗദീഷിനെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ സിദ്ദിഖ് തന്നെയായിരുന്നു തന്നെ അപ്പുക്കുട്ടന്റെ ഒരു വേഷം. പക്ഷെ നമുക്ക് ഇന്ന് ജഗദീഷിനല്ലാതെ മറ്റാരെയും സങ്കല്പിക്കാൻ കഴിയില്ല എന്നുള്ളതിനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് അത് എല്ലാം ഒരു നിമിത്തം തന്നെയാണ്. അല്ലെങ്കിൽ ഒരു പക്ഷെ അപ്പാഹാജയും അദ്ദേഹത്തിന്റെ കരിയർ മാറുമായിരുന്നു. അപ്പാഹാജയ്ക്ക് പക്ഷെ ഇവര് മറ്റൊരു നെഗറ്റീവ് വേഷമാണ് കൊടുത്തത്. പക്ഷെ ആ ഒരു വേഷം എനിക്ക് തോന്നുന്നു രണ്ടാം ഭാഗമായപ്പോൾ ഹരിനഗറൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് കുറച്ചും കൂടി ആ ക്യാരക്ടർ പോലീസുകാരനാണ്, സബ് ഇൻസ്പെക്ടറോ ആണ്. അപ്പോഴാണ് ആ ഒരു ക്യാരക്ടറൈസേഷൻ തന്നെ വന്നതൊക്കെ. പക്ഷെ ഫസ്റ്റ് ഭാഗത്തും ഇനി ഹരിനഗറിലും അപ്പാഹാജയുടെ ക്യാരക്ടർ നല്ല രസകരമായിട്ടുള്ള ക്യാരക്ടർ തന്നെയായിരുന്നു. എന്തായാലും ഇങ്ങനെ ഒരുപാട് എന്താ പറയുക, പല കഥാപാത്രങ്ങൾ, പല ആളുകൾ മറഞ്ഞൊക്കെ വരും. പലരുടെയും ഭാവി അതുകൂടെ മാറാറുണ്ട്. ചിലർക്ക് നല്ലതാവാറുണ്ട്, ചിലർക്ക് അത് ദോഷമായിട്ട് ഭവിക്കാറുണ്ട്.